അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, അൽബിർ സ്കൂൾസിന് കീഴിൽ എല്ലാ വർഷവും നടക്കുന്ന ഇസ്തിഖാമ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള റമദാൻ സന്ദേശത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ ഭാവി ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി, സന്ദേശങ്ങളായി മാറ്റട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. റമദാൻ സൗമ് നിർബന്ധമായ, നോമ്പ് നിർബന്ധമായ മാസമാണ്. സൗമ് എന്ന വാക്കിനർത്ഥം, റമദാൻ എന്ന വാക്കിനർത്ഥം കരിക്കുക, ശുദ്ധീകരിക്കുക എന്നൊക്കെയാണെന്ന് പറഞ്ഞു. സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം അൽ ഇംസാഖ്, ഒന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്, ഒഴിവാക്കുക എന്നുള്ളതാണ്. അസ്സൗമു ജുന്ന എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് ഒരു പരിചയമാണെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളെ തൊട്ട് തടുക്കും, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളൊരവസരമാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരവസരമാണ്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടാത്തത്? കാരണം നോമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള പരിശീലനം കൂടിയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഒന്നും ചെയ്യേണ്ട എന്നല്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിനേക്കാളും പ്രധാനം ആണ് കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത്. പ്രത്യേകിച്ചും അനാവശ്യമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, ഫുളൂലായ വേണ്ടാത്ത കാര്യങ്ങൾ, നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ, നിർബന്ധമോ സുന്നത്തോ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ, ഈ ഹലാലായ കാര്യങ്ങളിൽ പോലും പലതും ചെയ്യാതിരിക്കുക. അതിനപ്പുറം നമ്മുടെ നിത്യജീവിതത്തിൽ കറാഹത്തായ കാര്യങ്ങൾ നമ്മൾ പതിവായി ചെയ്യുന്നുണ്ട്, ഹറാമായ കാര്യങ്ങൾ പലപ്പോഴും പതിവായി ചെയ്യുന്നുണ്ട്. പലതിനോടും നമുക്കൊരു നിസ്സംഗമായ സമീപനമുണ്ട്, പലതും സീരിയസ് ആയിട്ട് എടുക്കാത്തതുണ്ട്, വളരെ നിസ്സാരമായിട്ട്. ഇപ്പോൾ കളവ് പറയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ടാവും. ഗീബത്ത് പറയാം എന്ന് പറഞ്ഞാൽ ബാക്ക് ബൈറ്റിങ്, വേറൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇല്ലാത്തത് പറയൽ കളവാണ്, ഉള്ളത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് പറയാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, നമ്മുടെ ഇടപെടൽ വളരെ മോശമായിട്ട് ഇടപെടൽ ഉണ്ടാവുക, ദേഷ്യം പിടിക്കുക. നമ്മെ ഒന്ന് ഇങ്ങനെ വിലയിരുത്തിയാൽ, നമ്മെക്കുറിച്ചൊന്നിങ്ങനെ നമ്മൾ ആലോചിച്ചാൽ അതിനുള്ള ഒരു റിട്രോസ്പെക്ഷനുള്ള ഒരു സമയമാണ്. നമ്മളിൽ കുറേ മോശം സ്വഭാവങ്ങളും കുറേ ചീത്ത സ്വഭാവങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകും. അമാലുകളിലുണ്ടാവും ഹറാമായ പ്രവർത്തനങ്ങൾ, കറാഹത്തായ പ്രവർത്തനങ്ങൾ, ഹലാലായതിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുറേ ചെയ്യുന്നുണ്ടാകും. നമ്മുടെ സ്വഭാവങ്ങളിൽ ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെങ്ങനെ അനുഭവിക്കുന്നത്, കമാ തദീനു തുദാൻ എന്നാണ്. മാത്രമല്ല, വേറൊരാളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണോ വെറുപ്പായിട്ട് കാണുന്നത് അതൊക്കെ നമ്മളിൽ നിന്ന് മറ്റൊരാളും വെറുപ്പായിട്ട് കാണുന്നുണ്ട്. മറ്റൊരാളുടെ അനാവശ്യമായ സംസാരം, വെറുതെ ഉള്ള ഇങ്ങനെ ഇടപെടൽ, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദിക്കൽ, ഇങ്ങനെ കുത്തി ചോദിക്കുക, ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോവുക, പലർക്കും ഇഷ്ടപ്പെടില്ല. നമ്മളോട് ഇങ്ങനെ ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മളും അത്തരം പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്കുക. നമ്മളിങ്ങനെ ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കൽ, അന്വേഷിച്ചുകൊണ്ടേയിരിക്കൽ, അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിലുള്ള ദൂഷ്യങ്ങൾ, നമ്മുടെ സംസാരം എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇടപഴക്കങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ നോട്ടങ്ങൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പലർക്കും പലതരത്തിലുള്ള നമ്മുടെ സാന്നിധ്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർ അനുഭവിക്കുന്നത്, മറ്റുള്ള ആളുകൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ന്യൂസൻസ് ആണോ. അല്ലാഹുമ്മ ബസ്സിർന ബി അയ്യൂബി അംഫുസിന എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. പഠിച്ചവനെ, എൻ്റെ ന്യൂനതകളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണേ എന്നുള്ളത്. എൻ്റെ ന്യൂനതകളെക്കുറിച്ച് എനിക്ക് ഓർമ്മകൾ നൽകണേ, എനിക്ക് തിരിച്ചറിവുകൾ നൽകണേ, അവബോധം നൽകണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, വേറൊരാളുടെ കണ്ണിലെ കരട് നമ്മൾ കാണും, നമ്മുടെ കണ്ണിലെ വലിയ ഒരു മരക്കഷ്ടം നമ്മൾ കാണൂല. അപ്പോൾ നമ്മളൊരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമ്മളിലേക്ക് ചൂണ്ടുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയാതെ പോകും. നമ്മളെപ്പോഴും മറ്റവൻ്റെ കുറ്റം കുറവ്, അയാളിങ്ങനെ ഇതാക്കുന്നു, അയാൾ ഈ കുറ്റം ചെയ്യുന്നുണ്ട്, അയാൾ ഈ കറാത്ത് ചെയ്യുന്നുണ്ട്, അയാൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അയാൾ ഇവിടെ പോയിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ കുറിച്ച് പറയാതെ പോകും. നമ്മളെങ്ങനെയാണ്, നമ്മുടെ സ്വകാര്യതയിൽ നമ്മളെങ്ങനെയാണ്,
നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് നോക്കാറുള്ളത്, എന്തൊക്കെ കാണാറുള്ളത്, എന്തൊക്കെ വീഡിയോസാണ് നമ്മൾ കാണാറുള്ളത്, നമ്മൾ ഓരോരുത്തരോടും ഏതൊക്കെ തരത്തിലാണ് ബിഹേവ് ചെയ്യാറുള്ളത്. ഒരാണാണെങ്കിൽ ഒരു പെണ്ണ് മാത്രം ഒറ്റക്കുണ്ടാകുമ്പോൾ നമുക്കൊരു അങ്ങനത്തെ ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യാറുള്ളത്, നമ്മുടെ മനസ്സ് ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കാറുള്ളത്, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഇത്തരം വിഷയങ്ങളിലുള്ള സമീപനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഒരു പെണ്ണിനും സമാനമായിട്ട് ആലോചിക്കാവുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അവസരത്തിലെത്തുമ്പോൾ, ആരും കാണാത്ത സിറ്റുവേഷൻസിലെത്തുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാറുള്ളത്, ഒറ്റക്കുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാറുള്ളത്, നമ്മെക്കുറിച്ച് നമ്മളൊന്ന് മാർക്കിട്ട് നോക്ക്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ആലോചിക്കാൻ, നമ്മളെക്കുറിച്ചൊരു റിട്രോസ്പെക്ഷന് വിധേയമാക്കാനുള്ളൊരു അവസരമാണിത്. എനിക്ക് എത്രമാത്രം ഓരോ കാര്യത്തിലും സീരിയസ്നെസ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളെ നോട്ട് ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതൊന്നും ഞാനിനി ചെയ്യാൻ പോകുന്നില്ല. നോമ്പ് എന്ന എൻ്റെ ഒരു നോമ്പ് എനിക്ക് വലിയ തരത്തിലുള്ള ഒരു പരിചയമാണ്. ആ പരിച ഉണ്ടാകുന്നത് ഞാൻ തെറ്റുകൾ ചെയ്യാതിരിക്കുമ്പോഴാണ്. ഇത് അടുത്ത 11 മാസത്തേക്കുള്ള നമ്മുടെ ഒരു പരിശീലനമാണ്. അല്ലാഹു വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസ്സിയാമു ജുന്നത്തുൻ മാലം യഖരിഖ്ഹ. അതിനെ കീറിക്കളയാത്ത പരിച പൊട്ടിക്കാൻ പാടില്ല. പരിചയെ പൊട്ടിക്കുന്നത് എന്താണ്? ബിക്കദിബിൻ ഔ ഗീബത്തിൻ, കളവും ഗീബത്തുമാണ് പരിചയെ പൊട്ടിക്കുന്നത്. അപ്പം നമ്മൾ കളവ് പറയുക, ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ഗീബത്ത് പറയുക എന്നതിൽ നിന്ന് ആദ്യം നമ്മൾ ഒഴിവായി നിൽക്കണം. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വ ശറാബഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആരെങ്കിലും ചീത്ത പ്രവർത്തനം, ആരെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ പറയുക, പരിഹാസം, എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം വാക്കുകൾ കൊണ്ട് നമുക്ക് തെറ്റായ കാര്യങ്ങളുണ്ടോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വ ശറാബഹു, അയാൾ വെള്ളം പാനീയം ഒഴിവാക്കി, ഭക്ഷണം ഒഴിവാക്കിയിട്ട് ജീവിക്കുന്നതുകൊണ്ട് അള്ളാഹ്ക്ക് വലിയ ആവശ്യമൊന്നുമില്ല. റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ വൽ അതശു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എത്ര നോമ്പുകാരാണ്, അവർക്ക് അവരുടെ നോമ്പിൽ നിന്ന് എന്താ ആകെ കിട്ടാനുള്ളത്? കുറേ വിശപ്പും സഹിച്ചു, കുറേ ദാഹം സഹിച്ചു എന്നല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല. അഥവാ അതിൻ്റെ ഒക്കെ ഉദ്ദേശം നോമ്പ് നമ്മെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കണം. നിസ്കാരത്തെക്കുറിച്ചും പറയുന്നത് അങ്ങനെയാണല്ലോ, ഇസ്സലാത്തു തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ എന്നാണ്. ശരിക്കും നിസ്കരിക്കുന്ന ഒരാൾ, അഥവാ നമ്മളുടെ നിസ്കാരം സ്വീകരിച്ചിരിക്കണമെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന വലിയൊരു അവസരം പടച്ചോൻ നൽകുന്നുണ്ട് എന്നാണ്. അസ്സലാത്തു തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ. നമ്മൾ നിസ്കാരമൊക്കെ നടത്തുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നികൃഷ്ടമായ കാര്യങ്ങൾ, മോശമായ പ്രവർത്തനങ്ങൾ, എല്ലാവരെയും ഇങ്ങനെ അളക്കാൻ നടക്കൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകണം. അതേപോലെ തന്നെയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം ഒഴിവാക്കലും വെള്ളം ഒഴിവാക്കലും അല്ല. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അവോയ്ഡൻസിൻ്റെ വലിയൊരു മേഖല തന്നെയുണ്ട്. തെർക്കിൻ്റെ, ഉപേക്ഷിക്കലിൻ്റെ, ത്യാഗത്തിൻ്റെ, ത്യജിക്കുക എന്നതാണല്ലോ. നമ്മൾ ബേസിക്കായിട്ട് ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു, നമ്മുടെ ബേസിക്കായിട്ടുള്ള ലൈംഗികമായ നമ്മൾ ഒഴിവാക്കുന്നു. ഈ ഒഴിവാക്കൽ ഒരു പരിശീലനമാണ്. ഒരുപാട് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ നമ്മളെ കണ്ണ് നമുക്ക് കാണാൻ മാത്രമുള്ളതല്ല, നമ്മുടെ കണ്ണിൻ്റെ ലോവർ ദി ഗൈസസ്, ഗള്ളുൽ ബസർ, കണ്ണിൻ്റെ കാഴ്ചയെ നമ്മൾ നിയന്ത്രിക്കുന്നു. ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കുന്നില്ല. നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ, നമ്മുടെ ലോകം ഇതെല്ലാം അബണ്ടൻസിൻ്റെ ഒരു ലോകമാണ്. എല്ലാ സാധനവും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഈ ലഭ്യമായ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനെ പിടിച്ചു നിർത്തുന്നത്? നമ്മുടെ ഒരു ഹവൻ നഫ്സ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നിടത്തൊക്കെ ഹവൻ നഫ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ദേഹേച്ഛകൾ എന്ന് പറയുന്നുണ്ട്. വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരാൾ അള്ളാഹു ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, നോമ്പിൻ്റെ പ്രത്യേകത തഖ്വയാണ്, അള്ളാഹു കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ വനഹൻ നഫ്സ അനിൽ ഹവ, ആ തിരിച്ചറിവിലൂടെ മനുഷ്യന് കിട്ടുന്നത് എന്താണ്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഇച്ഛകൾ ഉണ്ടാകും. എല്ലാ ഇച്ഛകളും മോശമാണ് എന്നുള്ളതല്ല, അത് നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുന്നത് അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ അഭിലാഷങ്ങൾ, അഭീഷ്ടങ്ങൾ, താല്പര്യങ്ങൾ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത്, എൻ്റെ ചര്യകൾ, എൻ്റെ രീതികൾ, എൻ്റെ അധ്യാപനങ്ങൾ, ഞാൻ പഠിപ്പിച്ചെന്ന അഖ്ലാഖുകൾ, ഇതിനോട് ചേർന്നു പോകുന്ന തരത്തിൽ ഒരാളുടെ ഹോബിയായി മാറിയാൽ, ഇഷ്ടമായി മാറിയാൽ,
അഥവാ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ തരത്തിലായാൽ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. അതല്ലാത്ത രീതിയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഹവ എന്ന വാക്ക്, ഹവ എന്നത് നമ്മുടെ ഇഷ്ടങ്ങളും അഭീഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ്. അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് നെഗറ്റീവ് മീനിങ്ങിലാണ്. ഖുർആൻ എല്ലായിടത്തും പറയുന്നത് വലാ തത്തബിഉൽ ഹവ അൻ തഅദിലു വഇൻ തൽവു തുഅരിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ നിങ്ങളുടെ ഹവയെ, മനുഷ്യന്റെ ദേഹേച്ഛകളെ, അഭിലാഷങ്ങളെ പിൻപറ്റരുത്. വലാ തത്തബിഉൽ ഹവ ഫയുളില്ലക അൻ സബീലില്ല. നിങ്ങൾ നിങ്ങളുടെ വെറും ഇഷ്ടങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ വഴിപിഴപ്പിക്കും. ഇങ്ങനെ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖവഫു മാ അഖാഫു അലൈക്കും ഷഹവാത്തു ഗൈഫി ബുതൂനിക്കും വഫുറൂജിക്കും മുളില്ലാത്തിൽ ഹവ. നിങ്ങളുടെ ഭക്ഷണം, അതുപോലെ തന്നെ ഭക്ഷണം, വെള്ളം, വിശപ്പ്, ദാഹം, ലൈംഗിക താല്പര്യങ്ങൾ, അത് മറ്റു ഹോബികൾ, കളികൾ, ഇതിലൊക്കെയുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങൾ, അതെല്ലാം തെറ്റാണ് എന്നുള്ളതല്ല. അതിൻ്റെയൊക്കെ ഒരു മുത്തവസ്സിത്തായ, ഒന്ന് ഹലാലായ മാർഗങ്ങളുണ്ട്, അതൊക്കെ ഒരു ഇബാദത്താക്കി മാറ്റാവുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മുത്തവസ്സിത്തായ മധ്യമമായൊരു സമീപനമുണ്ട്. പലപ്പോഴും മനുഷ്യൻ അതിലേക്ക് പെട്ടുപോകുമ്പോൾ അറിയാതെ അങ്ങനെ പെട്ടുപോകുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഒരു വീഡിയോസ് കാണുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ, മനുഷ്യന്മാർ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അതേപോലെ തന്നെ ഈ നമ്മൾ ഫോണ്, കമ്പ്യൂട്ടർ അഡിക്ഷൻസ് ഉണ്ടാകും, സ്ക്രീൻ ടൈം ഇതുണ്ടാകും, സമയം മോശമായിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കുകയോ ടൈം പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ദിഖാത്തു കൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത്ത ദഖായിഖുൻ വ സവാനി എന്നാണല്ലോ. മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ്സ്, നാഡിമിടിപ്പുകൾ മനുഷ്യനോട് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എത്ര പ്രധാനമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും സമയം കൊല്ലുന്നു, സമയം നഷ്ടപ്പെടുത്തുന്നു, മടി പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നു, പിന്നെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു, തെറ്റുകൾ ഒരുപാട് ചെയ്യുന്നു. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും ആരും അറിയാത്തതായിരിക്കും. അതാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ കണ്ണാടിയിലൊന്ന് നമ്മൾ നോക്കണം എന്നത്. നമ്മൾ പലപ്പോഴും ബാക്കിയുള്ള ആളുകളെ വിലയിരുത്താൻ പോവാണ്. നമ്മളെ ഒന്ന് ആലോചിക്കുകയും നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തുകയും ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോമ്പ് ത്യാഗമാണ്. ഒഴിവാക്കാനുള്ള ഈ ലോകത്തിൻ്റെ അബണ്ടൻസിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ ഏതൊക്കെ രീതിയിൽ പെരുമാറണം. ഭക്ഷണത്തിൽ നിന്നാണ് അത് ബേസിക്കായിട്ട് തുടങ്ങുന്നത്. ഭക്ഷണത്തെ നമ്മളോട് നിയന്ത്രിക്കാൻ പറഞ്ഞു. നോമ്പിന് ഭക്ഷണം കുറക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം പകൽ സമയം മുഴുവനും നോമ്പിന് ഭക്ഷണം കുറക്കാൻ പറഞ്ഞു. രാത്രി സമയങ്ങളിലും പകൽ കിട്ടാത്തത് മുഴുവനും തീർക്കുക എന്നുള്ളതല്ല, അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണം കഴിക്കൽ പോലും ഭക്ഷണം നമ്മെ ഇങ്ങോട്ട് നിയന്ത്രിക്കുന്ന, ഇനിയൊരിക്കലും തിന്നാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നൊരവസ്ഥയിൽ പോകുന്നു. അതിനു മുമ്പ് നിർത്താൻ പറ്റിയാൽ എന്താണ്, ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നു. അവിടെ നമുക്കൊരു ചെറിയ അവോയ്ഡൻസ് ഉണ്ട്, നമുക്കൊരു സബറുണ്ട്, ഒരു നിയന്ത്രണമുണ്ട്, വേണ്ട എന്ന് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. ഹൗ ടു സേ നോ എന്ന് പറയുന്നത് മനുഷ്യന്മാരെന്ന് വലിയ തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് വേണ്ട എന്ന് പറയാം, അരുത് എന്ന് പറയാം, ഞാൻ ചെയ്യുന്നില്ല എന്ന് വെക്കുക, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ആ കാര്യം ചെയ്യുന്നില്ല, ഞാനത് വേണ്ടെന്ന് വെക്കുകയാണ്, ഞാനിവിടെ നിർത്തുകയാണ്, ഞാൻ ഇത്ര സമയം ഞാൻ മൊബൈലിൽ ചിലവഴിച്ചു, ഇത്ര റീൽസ് ഞാൻ കണ്ടു, ഇത്ര വീഡിയോസ് ഞാൻ കണ്ടു, ഐ സ്റ്റോപ്പിങ് ഇറ്റ്. ഇതൊരിക്കലും തീരൂല. നമ്മൾ എത്ര കഴിഞ്ഞാലാണ് നമുക്ക് അവസാനിക്കുക, എത്ര കഴിഞ്ഞാലും അവസാനിക്കൂല. പക്ഷെ മനുഷ്യൻ്റെ ഒരു മൈലാൻ, അതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാകും ആ ഭാഗത്തേക്ക് പോകാൻ. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുകയോ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥനാവും. നമ്മളെ പലപ്പോഴും അവിടെ പിടിച്ചിർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്താൽ നമ്മൾ ഇനി ജമാഅത്ത് തുടങ്ങും, കുറേ നേരം ഉണ്ടായിരിക്കും. പള്ളിയിൽ നേരത്തെ എത്തിയാൽ നമുക്ക് അസ്വസ്ഥത തുടങ്ങും. പക്ഷേ എത്ര നേരം, ഇനി കുറേ നേരം ഉണ്ടായിരുന്നല്ലോ, ആകെ 10-15 മിനിറ്റ് ബാങ്ക് കൊടുത്തിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോകും. നേരെ മറിച്ച് ആ സമയം നിസ്കാരത്തിലുള്ളവനെ പോലെയാണെന്നാണ്. അതിനെ നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് നമുക്ക് ആ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂറായി, 2 മണിക്കൂറായി നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മളുടെ ഹവക്കനുസരിച്ച്, നമ്മുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻജോയ്മെൻറ്റ് കിട്ടുന്നൊരു സാധനം. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എൻജോയ്മെൻ്റ് ഉണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കും. അത് ചിലപ്പോൾ തെറ്റായിരിക്കും, നമുക്ക് ഏറ്റവും വലിയ ഹോണ്ടിങ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് തരത്തിലുള്ള മാനസിക അസ്വസ്ഥത ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, വിഷമം ഉണ്ടാക്കും. നമ്മൾ ഇത്രയും സമയം നഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ മുടക്കിയിട്ടുണ്ടാകും. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, മീറ്റിങ്ങുകൾ, കാര്യങ്ങൾ, സാധനങ്ങൾ വാങ്ങാൻ പോലെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇങ്ങനെ തെറ്റുകളിലേക്ക് പോയിട്ടുണ്ടാവും. അത് നമ്മളെക്കുറിച്ച് വിലയിരുത്തിയാൽ, ഒന്ന് ആലോചിച്ചാൽ,
കുറച്ച് നേരം ഒരു റിട്രോസ്പെക്ഷൻ നടത്തിയാൽ, ഒരു പുനർവിചിന്തനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം, എൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. നോമ്പ് അതിനുള്ള അവസരം നൽകുന്നുണ്ട്, അതിനുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. പിശാചി സംഗതികളിൽ ബന്ധിതമാണ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, നരകീയ കവാടങ്ങൾ അറക്കപ്പെട്ടിട്ടുണ്ട്. നന്മ ചെയ്യുന്നവരെ നിങ്ങൾ വരൂ, തിന്മ ചെയ്യുന്നവരെ മാറി നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിന്മകൾ അവോയ്ഡ് ചെയ്യാനുള്ള വലിയ അവസരമാണ് ഇത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു അവസരമാണ്. നമ്മെ ഒന്നിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള അവസരമാണ്. നമ്മുടെ കേൾവിക്ക് നോമ്പ് കൊടുക്കാൻ, ചെവിക്ക് നോമ്പ് കൊടുക്കാൻ, കണ്ണിന് നോമ്പ് കൊടുക്കാൻ, നമ്മുടെ നാവിന് നോമ്പ് കൊടുക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെപ്പോലും അധമ വിചാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. കാരണം ഹവൻ നഫ്സുള്ള ആൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന ഒരാൾ, അയാളുടെ കിബറുണ്ടാകും, മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയില്ല. അയാളുടെ മനസ്സിലേക്ക് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എത്തിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം ഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്നല്ല, ആ ദിക്ർ അയാളിൽ എത്തില്ല. അയാളെ ഉപദേശിക്കുകയാണെങ്കിൽ അതിനോട് അഹങ്കാരപരമായിട്ടാണ് പെരുമാറുക. അത് കാരണം ഞാൻ തികഞ്ഞവനാണെന്നുള്ള ബോധം നമുക്കുണ്ടാകും. ഇങ്ങനെ ഒരുപാട് നന്മയെക്കുറിച്ചിട്ടുള്ള, നന്മയുടെ മാർഗത്തിൽ നിന്നുള്ള ഒരുപാട് അകൽച്ചകൾ നമുക്കുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് മനുഷ്യൻ്റെ ഈ ദുന്യാവിലുള്ള സകല വസ്തുക്കളോടുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മൾ ഏതൊക്കെ വേണം, എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അത് നമുക്ക് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ വെക്കാൻ ഓരോ കാര്യങ്ങളിൽ ആലോചിച്ച് നോക്കും. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ വണ്ടി, വാഹനം, ഇതൊക്കെ ആയിട്ട്. കാരണം നമ്മുടെ എല്ലാ സമ്പത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ മേലിൽ നമ്മളിങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആവശ്യത്തിന് എന്നിട്ട് തികയാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആലോചിച്ചാൽ നമ്മുടെ ചിലവിൻ്റെ വരവിൻ്റെ എത്രയോ താഴെ നമ്മുടെ ചിലവ് നമുക്ക് ഒതുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കൽ, നമ്മുടെ കൺട്രോളിൽ വരാത്തൊരു സംഗതി. ഭക്ഷണം പോലും നമ്മളെന്ത് കഴിക്കണമെന്ന്, എത്ര കഴിക്കണമെന്ന് നിയന്ത്രിക്കാൻ പോലും നമുക്ക് കഴിയാതിരിക്കുമ്പോഴാണ് എല്ലാ കാര്യവും നമ്മളിങ്ങനെ നിയന്ത്രിക്കും. ഈ ലോകത്തിന് അബണ്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഉപഭോഗ വസ്തുക്കൾ, പുതിയ വരുന്ന സാധനങ്ങൾ, മാർക്കറ്റിൽ ലഭ്യമായ കാര്യങ്ങൾ, അവൈലബിൾ ആയപ്പോൾ നെറ്റിലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആപ്സുകൾ, ഗെയിമുകൾ, ഇതിൻ്റെ ഒക്കെ ലോകത്ത് നമ്മൾ എന്തൊക്കെ അരുത്, ഹൗ ടു സേ നോ, ഇല്ല. അത് ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ഭക്ഷണത്തോട് പറയുന്ന നോയിൽ നിന്ന് നോമ്പിന് പഠിപ്പിച്ച, നോമ്പിൻ്റെ പ്രധാനമായിട്ടും വന്ന ഹദീസിൽ എന്താണ്? അസ്വിയാമു ജുന്നത്തുൻ ഫലാ യർഫസ് വലാ യജ്ഹൽ. മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, അനാവശ്യ വർത്തമാനങ്ങളിൽ ഏർപ്പെടരുത്. ആരെങ്കിലും അവനോട് തല്ലുകൂടാൻ വന്നാൽ, അവനെ ചീത്ത പറയാൻ വന്നാൽ, ഫല്യഖുൽ ഇന്നി സ്വായിമുൻ മറത്തൈനി, 2 പ്രാവശ്യം ഞാൻ നോമ്പുകാരനാണ്. അതാ വരുന്നവനോടും പറയാം. സ്വന്തം നഫ്സിനോടാണ് ആദ്യം അത് പറയേണ്ടത്. പക്ഷേ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഇപ്പോൾ ഇവിടെ പ്രതികരിക്കേണ്ട, ഞാൻ എൻ്റെ സംസാരത്തെ നിയന്ത്രിക്കണം, എൻ്റെ വാക്കിനെ നിയന്ത്രിക്കണം, ദേഷ്യത്തെ നിയന്ത്രിക്കണം, എൻ്റെ ഇയാളോടുള്ള പ്രതികരണത്തെ ഞാനൊന്ന് ആലോചിച്ചിട്ട് വേണം. അപ്പോൾ ഒന്ന് ഇരിക്കേണ്ടി വരും, ഒന്ന് ആലോചിക്കേണ്ടി വരും. ഞാൻ വേണ്ടാന്ന് വെക്കുക. ഈ വേണ്ട എന്ന് വെക്കൽ വലിയ പാഠമാണ്. വേണ്ട എന്ന് വെക്കാനുള്ള വലിയ പരിശീലനമാണ് നോമ്പ് നൽകുന്നത്. ആ പരിശീലനത്തിലൂടെ കടന്നു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.